തേർഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2021 അതിലെ BSc കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് സാമ്പിളിംഗ് തിയറിയിലെ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇഫ് ദി r-1th rth and r+1th central moments of x following binomial distribution with parameters n and p are mu r-1, mu r and mu r+1 respectively, show that mu r+1 is equal to pq into n r mu r-1 plus d mu r by dp. അതായത് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൂമെൻറ്റ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളാണ് വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി എന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ ഇറ്റ്സ് മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പി. ഇതിൻ്റെ മീന് എൻ പി ആയിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആർത്ത് സെൻട്രൽ മൊമെൻറ്റിനെ എഴുതുക എന്ന് നോക്കാം. അപ്പോൾ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് mu r, that is the rth central moment. Mu r is equal to rth central moment is expectation of x minus expectation of x whole raised to r ആണ്. That is equal to, ഈ കേസിൽ this is expectation of x minus np whole raised to r എന്ന് നമുക്ക് എഴുതാം. That is equal to, this is equal to summation over x. നമ്മൾ എങ്ങനെ എഴുതണം? x minus np whole raised to r into f of x എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് സമ്മേഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0 മുതൽ n വരെയാണ്. അപ്പോൾ x is equal to 0 to n, x minus np whole raised to r into f of x. ബൈനോമിയലിൻ്റെ PMF f of x is ncx p raised to x q raised to n minus x. ഇതാണ് നമ്മുടെ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആർ വരുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ നമ്മൾ മ്യൂ ആറിനെ വിത്ത് റെസ്പെക്ട് ടു പി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡി മ്യൂ ആർ ബൈ ഡി പി, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു പി. ഇവിടെ നോക്കുമ്പം നമുക്കിവിടെ 3 ടേമുകളിലാണ് പി ഉള്ളത്. വൺ ഇസ് എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ, ഇതിൽ പി ഉള്ള ടേമാണ്. അതുമാതിരി പി റേസ് ടു എക്സ് ഉണ്ട്. അതുമാതിരി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ആണ്. അപ്പോൾ ഇത് 3 ടേമുകൾ പി ഉള്ള ടേമുകളാണ്. അപ്പോൾ അവരെ നമ്മൾ ഓരോരുത്തരെയായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n. ഞാൻ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആറിനെയാണ് വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ ദറ്റ് ഈസ് ആർ ഇൻറ്റു എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ മൈനസ് 1. ഓക്കെ, പിന്നെ മൈനസ് എൻ പി ഉള്ളതുകൊണ്ട് ഒരു മൈനസ് എൻ കൂടി എഴുതണം, അത് ചെയ്തു. പിന്നെ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അതാണ് നമ്മൾ ഫസ്റ്റ് ടേമിനെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേമിനെ ചെയ്തു. പ്ലസ് അടുത്തത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് പി റേസ് ടു എക്സിനെയാണ്. ബാക്കിയുള്ള ടേംസൊക്കെ അതേപോലെ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ എൻ സി എക്സ് പി റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 1 എന്ന് വരുന്നു. ദെൻ വി ഹാവ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് അടുത്തത് ഞാൻ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ദറ്റ് ഈസ് എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ എൻ സി എക്സ് പി റേസ് ടു എക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് പി ആണ്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ മൈനസ് എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് മൈനസ് 1. ആൻഡ് 1 മൈനസ് പി ആയതുകൊണ്ട് ഒരു -1 കൂടി നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ടേമിനെ പിന്നെ ഒറ്റയ്ക്ക് എടുക്കുകയും സെക്കൻഡ് ആൻഡ് തേർഡ് ടേമുകൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെയുള്ള കോൺസ്റ്റൻറ്റുകളെ ആദ്യം പുറത്തേക്ക് വയ്ക്കാം. ഫസ്റ്റ് ടേമിൽ ഒരു ആറും ഉണ്ട്, ഒരു മൈനസ് എന്നും ഉണ്ട്. അപ്പോൾ മൈനസ് എൻ ആറിനെ നമ്മൾ പുറത്തേക്ക് വയ്ക്കുകയാണ്, മൈനസ് എൻ ആർ. പിന്നെയുള്ളത് സമ്മേഷൻ
x is equal to 0 to n x minus np whole raised to r minus 1 ncx p raised to x q raised to n minus x. അതാണ് ഫസ്റ്റ് ടേം അല്ലേ. പ്ലസ് ഇനി ഞാൻ സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിനെ ഞാൻ ഒരുമിച്ചെടുക്കുകയാണ്. അതിൽ ഞാൻ ഒരു മ്യൂ ആറിന് വേണ്ട ടേംസ് ഒക്കെ ഞാൻ പുറത്തേക്ക് എടുത്തു വയ്ക്കും. ബാക്കി എക്സ്ട്രാ എന്താണ് വരിക എന്ന് നോക്കാം. ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിനെ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. അത് ഞാൻ സെക്കൻഡ് ടേമെന്നും തേർഡ് ടേമിനും കോമൺ ആയിട്ടാണ് ഞാൻ അവരെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ടേമിൽ എന്തൊക്കെ എക്സ്ട്രാ വരുമെന്ന് നോക്കാം. എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ അത് പുറത്തുണ്ട്, എൻ സി എക്സ് പുറത്തുണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ, എക്സ് ഉണ്ട്. പിന്നെ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നത് പി റേസ് ടു എക്സ് ആണ്. ഇവിടെ എന്തേ ഉള്ളൂ, പി റേസ് ടു എക്സ് മൈനസ് വണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ പി എന്ന് കൊടുക്കും. അതായത് സെക്കൻഡ് ടേമിൽ നമ്മൾ ഈ ടേമുകൾ പുറത്ത് വെച്ചാൽ ബാക്കി എന്താ ഉള്ളത്, എക്സ്ട്രാ ആയിട്ട് എക്സ് ഉണ്ട്, ഒരു പിയുടെ കുറവുണ്ട്, അപ്പോൾ ഡിവൈഡഡ് ബൈ പി എന്ന് കൊടുത്തു. പ്ലസ് ഇനി നമ്മൾ തേർഡ് ടേമിലേക്ക് വരികയാണ്. എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ നമ്മളതുമായി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, എൻ സി എക്സ് അതും പുറത്തേക്കുണ്ട്, പി റേസ് ടു എക്സ് പുറത്തുണ്ട്, പിന്നെ ഇവിടെ ഒരു എൻ മൈനസ് എക്സ് വരുന്നുണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു മൈനസ് വൺ ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് എൻ മൈനസ് എക്സ് ഉണ്ട്. പിന്നെ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നത് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് മൈനസ് വണ്ണേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു ക്യൂവിൻ്റെ കുറവുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ആർ ഇൻറ്റു ഇതെന്താ ടേം നമുക്ക് നോക്കാം. ദിസ് ഇസ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ മൈനസ് വൺ ആണ് വന്നിരിക്കുന്നത്, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ നമുക്കറിയാം സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ, ഈ എഫ് ഓഫ് എക്സിൻ്റെ ടേം കൂടി വന്നാൽ നമ്മളതിനെ മ്യൂ ആർ എന്നാണ് എഴുതുക. അതായത് ഇവിടുത്തെ പവർ ആറായിരുന്നു, അതുകൊണ്ട് മ്യൂ ആർ സെയിം ടേം തന്നെയാണ് വന്നിരിക്കുന്നത്. പവർ ആർ മൈനസ് വൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി മ്യൂ ആർ മൈനസ് വൺ. ഓക്കെ, പ്ലസ് ഈ ടേമിലേക്ക് നമ്മൾ പോകുമ്പം ഇവിടെ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഉണ്ട്. ഇനി നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എക്സ് ഇൻറ്റു ക്യൂ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് എൻ പി മൈനസ് ഓഫ് മൈനസ് വരും, അപ്പോൾ പ്ലസ് എക്സ് പി എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്നാണ് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ആർ മ്യൂ ആർ മൈനസ് വൺ പ്ലസ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ ദെൻ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ടേം. ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ എക്സ് റേസ് ടു ക്യൂ ഉണ്ട്, എക്സ് റേസ് ടു പി ഉണ്ട് അല്ലേ. ദറ്റ് ഈസ് എക്സ് റേസ് ടു ക്യൂ പ്ലസ് എക്സ് റേസ് ടു പി. എക്സിനെ പുറത്തേക്ക് എടുത്താൽ എക്സ് ഇൻറ്റു ക്യൂ പ്ലസ് എക്സ് ഇൻറ്റു പി. അപ്പോൾ എക്സിനെ പുറത്തേക്ക് എടുത്താൽ എക്സ് ഇൻറ്റു ക്യൂ പ്ലസ് പി എന്ന് കിട്ടും. ദറ്റ് ഈസ് ക്യൂ പ്ലസ് പി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ക്യൂ പ്ലസ് എക്സ് പി എന്ന് പറഞ്ഞ ടേമിനെ കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് ആണ്. പിന്നെ ഒരു മൈനസ് എൻ പി ഉണ്ട്, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ പി ക്യൂ. അതിനെ ഞാൻ ഇവിടെ പുറത്തേക്ക് എടുക്കുന്നു, 1 ബൈ പി ക്യൂ എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഇവിടെ മൈനസ് എൻ ആർ മ്യൂ ആർ മൈനസ് വൺ, ഇവിടെ 1 ബൈ പി ക്യൂ ഉണ്ട്, എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ ഇവിടെ ഉണ്ട്, ഒരു ടേം കൂടി ഇവിടെ വന്നു എക്സ് മൈനസ് എൻ പി. അപ്പോൾ ഇവിടെ എന്താ വരിക, എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ പ്ലസ് വൺ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഡി മ്യൂ ആർ ബൈ ഡി പി ആണ് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ആർ മ്യൂ ആർ മൈനസ് വൺ ഉണ്ട് പ്ലസ് 1 ബൈ പി ക്യൂ ഇൻറ്റു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ആയിട്ടൊരു എക്സ് മൈനസ് എൻ പി കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ പ്ലസ് വൺ.
പിന്നെ NCX, P raised to X, Q raised to N minus X ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് NR mu R minus 1 പ്ലസ് 1/PQ ഇൻറ്റു ഈ ടേം എന്ന് പറയുന്നത് ഇത് സമ്മേഷൻ എക്സ് മൈനസ് എൻ പി ഇവിടെ പവറിൽ ആർ പ്ലസ് 1 ആണ് വന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് മ്യൂ ആർ പ്ലസ് 1 അങ്ങനെ എഴുതാം. ആർ നമുക്ക് എന്തെഴുതാം, ഡി മ്യൂ ആർ ബൈ ഡി പി. ഈ മൈനസ് എൻ ആർ മ്യൂ ആർ മൈനസ് 1നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കത് പ്ലസ് എൻ ആർ മ്യൂ ആർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/PQ ഇൻറ്റു മ്യൂ ആർ പ്ലസ് 1 എന്ന് കിട്ടുന്നു. ഓർ വാട്ട് ഇസ് മ്യൂ ആർ പ്ലസ് 1? മ്യൂ ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു PQ ഇൻറ്റു NR മ്യൂ ആർ മൈനസ് 1 പ്ലസ് ഡി മ്യൂ ആർ ബൈ ഡി പി. ഇങ്ങനെയാണ് നമ്മൾ ഈ റെക്കറൻസ് റിലേഷൻ പ്രൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഓഫ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ഫോളോയിങ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു റാൻഡം വേരിയബിളാണ് എക്സ് എന്ന് പറയുന്നതെങ്കിൽ we have probability of x greater than s plus t given x greater than s, that is equal to probability of x greater than t and s comma t greater than 0. ഇതാണ് നമ്മളുടെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LHSഉം RHSഉം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം RHS ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. RHS ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടി വന്നാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ദിസ് ഇസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് അല്ലേ, ഇൻ്റഗ്രൽ ഓവർ എക്സ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ടി. അപ്പോൾ സോ എക്സിൻ്റെ വാല്യൂ ടി മുതൽ ഇൻഫിനിറ്റി വരെയായിരിക്കും വാല്യൂ. ആൻഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് ഇസ് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് തീറ്റ ബിറ്റ്വീൻ ലിമിറ്റ്സ് ടി ആൻഡ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ തീറ്റയും ക്യാൻസലായിപ്പോയി. ഇപ്പോൾ ഒരു മൈനസ് മാത്രമുണ്ട് ബാക്കി. മൈനസ് ഓഫ് ഇവിടെ നമ്മൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഈ ടി കൊടുക്കുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് തീറ്റ ടി എന്ന് വരുന്നു. ദറ്റ് ഈസ് മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0 മൈനസ് ഇ റേസ് ടു മൈനസ് തീറ്റ ടി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് തീറ്റ ടി. ഇതാണ് നമുക്ക് RHS സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കതിൻ്റെ LHS എടുക്കാം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ എസ് ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ് പ്ലസ് ടി ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ എസ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എസ് പ്ലസ് ടി ഇൻ്റർസെക്ഷൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ് പ്ലസ് ടി
ഡിവൈഡഡ് ബൈ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ്. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ RHS ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടി എന്ന് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് e⁻−θt എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടി വന്നപ്പോൾ e⁻−θt എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ടിക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് s+t ആണ്. അപ്പോൾ അതെന്തായിരിക്കും e⁻−θs+t θ × s+t ഡിവൈഡഡ് ബൈ താഴെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ്. അപ്പോൾ അത് e⁻−θs എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ദിസ് ഇസ് e⁻−θs ഇൻറ്റു e⁻−θt സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയതാണ്. ഡിവൈഡഡ് ബൈ e⁻−θs എന്ന് വരുന്നു. e⁻−θs എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമുകൾ ക്യാൻസലായി ആൻഡ് വി ഹാവ് e⁻−θt എന്ന് കിട്ടിയിട്ടുണ്ട്. LHSനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ അത് തന്നെയാണ് നമുക്ക് എന്തിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് RHSനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴും കിട്ടിയത്. സോ LHS is equal to RHS. Hence lack of memory property is proved. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് Chebyshev's inequality. Chebyshev inequalityയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ദെൻ ഫോർ എ പോസിറ്റീവ് റിയൽ നമ്പർ ടി, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ greater than or equal to t sigma is less than or equal to 1/t square, or probability of modulus of x minus mu less than or equal to t sigma is greater than or equal to 1 minus 1/t square. നമുക്കത് പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തുടങ്ങുന്നത് സിഗ്മ സ്ക്വയർ എന്നാണ് തുടങ്ങാൻ പോകുന്നത്. വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്നാണ് നമ്മൾ പ്രൂഫ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ ഇസ് വേരിയൻസ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് വേരിയൻസ് ഓഫ് എക്സ് വിച്ച് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് മ്യൂ എന്നാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അതാണ് സിഗ്മ സ്ക്വയർ. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണ്. അപ്പോൾ അതായത് സിഗ്മ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് റേഞ്ചാണ് എടുക്കുന്നത്. അതായത് ഇൻ്റഗ്രൽ -∞ ടു +∞ എന്ന് എഴുതും. സിഗ്മ സ്ക്വയർ ഇസ് ഇൻ്റഗ്രൽ -∞ ടു +∞ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് റിയൽ ലൈൻ -∞ ടു +∞ ആണ് നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ എഫ് ഓഫ് എക്സ് എടുക്കുന്നത്. ആൻഡ് ഈ റേഞ്ചിനെ എക്സിൻ്റെ റേഞ്ചിനെ ഞാൻ രണ്ട് വാല്യൂസിൽ, അതായത് മ്യൂ മൈനസ് ടി സിഗ്മ എന്നും മ്യൂ പ്ലസ് ടി സിഗ്മ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻ്റുകൾ ഇവിടെ എടുക്കുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മളിവരെ പിന്നെ ഈ ഇൻ്റഗ്രലിനെ നമ്മൾ 3 പാർട്ടുകളായിട്ട് മാറ്റാൻ പോവുക. അതായത് -∞ ടു മ്യൂ മൈനസ് ടി സിഗ്മ എന്നുള്ള പാർട്ട്, മ്യൂ മൈനസ് ടി സിഗ്മ ടു മ്യൂ പ്ലസ് ടി സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പാർട്ട്, അതായത് അടുത്ത ഇൻ്റഗ്രൽ, ആൻഡ് മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അടുത്ത ഇൻ്റഗ്രൽ. അങ്ങനെ 3 എണ്ണമായിട്ട് ഇതിനെ മാറ്റാൻ പോവുകയാണ്. അപ്പം സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു മ്യൂ മൈനസ് ടി സിഗ്മ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ അടുത്തത് മ്യൂ മൈനസ് ടി സിഗ്മ ടു മ്യൂ പ്ലസ് ടി സിഗ്മ എന്ന് പറയുന്ന ഈ പാർട്ട്, എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ അടുത്തത് മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി, സിഗ്മ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ
ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ 3 പാർട്ടുകളായിട്ട് നമ്മൾ ഇൻ്റഗ്രലിനെ ഡിവൈഡ് ചെയ്തു അല്ലേ. ദാറ്റ് ഈസ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ഇൻ്റഗ്രലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിലീറ്റിംഗ് ദ സെക്കൻഡ് ഇൻ്റഗ്രൽ, ഡിലീറ്റിംഗ് സെക്കൻഡ് ഇൻ്റഗ്രൽ. അപ്പം ഈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 3 ഇൻ്റഗ്രലുകളുടെ സമ്മാക്കിയിട്ടാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ആ 3 ഇൻ്റഗ്രലുകളും എല്ലാം പോസിറ്റീവാണ്. കാരണം എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണ്, എഫ് ഓഫ് എക്സ് ആണ്, ഇവരെല്ലാം പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റീനെ നമ്മളിവിടുന്ന് ഒഴിവാക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി പോവുകയാണെങ്കിൽ സിഗ്മ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമുക്ക് എഴുതാം അല്ലേ. സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ ആയിരിക്കും ഇപ്പോൾ കൂടുതൽ. ദറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു മ്യൂ മൈനസ് ടി സിഗ്മ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ 2 ഇൻ്റഗ്രലുകളായിട്ട് നമ്മളിവരെ മാറ്റി അല്ലേ. ഇനി നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ നോക്കാം. ഞാൻ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അവിടുത്തെ എക്സിൻ്റെ അപ്പർ ലിമിറ്റായിട്ടാണ് ആര് വരുന്നത്, മ്യൂ മൈനസ് ടി സിഗ്മ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ എക്സ് വാല്യൂസും അതിൻ്റെ അപ്പർ ലിമിറ്റിനെക്കാട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ എക്സ് വിൽ ബി ഇൻ ദ ഫസ്റ്റ് ഇൻ്റഗ്രൽ എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ മൈനസ് ടി സിഗ്മ എന്ന് നമുക്ക് എഴുതാം. ഓർ എക്സ് മൈനസ് മ്യൂവിന് നോക്കുകയാണെങ്കിൽ വട്ട് ഇസ് എക്സ് മൈനസ് മ്യൂ, മ്യൂവിന് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടി സിഗ്മ എന്ന് കിട്ടുന്നു അല്ലേ. നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കാരണം ഇവിടെ നെഗറ്റീവ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പം സ്ക്വയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രലിൽ നിന്ന് എഴുതാം. ഫസ്റ്റ് ഇൻ്റഗ്രലിലുള്ള എല്ലാ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറുകളും ആരെക്കാട്ടും കൂടുതലായിരിക്കും, ടി സ്ക്വയർ സിഗ്മ സ്ക്വയറിനെക്കാട്ടും കൂടുതലാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രൽ നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ മ്യൂ പ്ലസ് ടി സിഗ്മ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സിൻ്റെ ലോവർ ലിമിറ്റാണ്. അതായത് ഇവിടെയുള്ള എല്ലാ എക്സ് വാല്യൂസും മ്യൂ പ്ലസ് ടി സിഗ്മേനെക്കാട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്നത് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ പ്ലസ് ടി സിഗ്മ എന്ന് നമുക്ക് എഴുതാം. ഓർ എക്സ് മൈനസ് മ്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. ഓക്കെ, സ്ക്വയർ ചെയ്ത് എന്താ വരിക, എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ഇത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രലിലും കിട്ടിയത്. അപ്പോൾ 2 ഇൻ്റഗ്രലുകളിലും ഉള്ള എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ അതിനെ നമ്മൾ എന്ത് ചെയ്യണു, ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇൻഇക്വാളിറ്റിക്ക് മാറ്റമൊന്നും വരും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നത്, സിഗ്മ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഫസ്റ്റ് വൺ ഇസ് മ്യൂ മൈനസ് ടി സിഗ്മ. ഇവിടെ ഉണ്ടായിരുന്ന എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഞാൻ ആരെഴുതുകയാണ്, ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി ആയിരുന്നു. അവിടെയുമുള്ള എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഞാൻ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എഴുതുന്നു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിനെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയറിൻ്റെ റീപ്ലേസ് ചെയ്തു. ഓർ സിഗ്മ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ, ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ അത് രണ്ടും കോൺസ്റ്റൻറ്റുകളാണല്ലോ. അപ്പോൾ ടി സ്ക്വയർ സിഗ്മ സ്ക്വയറിന് നമ്മൾ ഓരോ ഇൻ്റഗ്രലിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു മ്യൂ മൈനസ് ടി സിഗ്മ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇവിടെ അതേപോലെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടുത്തെ സിഗ്മ സ്ക്വയറുകളെ ക്യാൻസൽ ചെയ്യാം. ഇവിടുത്തെ സിഗ്മ സ്ക്വയർ ഇതെല്ലാത്തിനും സിഗ്മ സ്ക്വയർ കോമൺ ഫാക്ടറാണ്, അതിനെ ക്യാൻസൽ ചെയ്തു.
അല്ലേ? അപ്പോൾ ഇവിടെ ടി സ്ക്വയറേ ഉള്ളൂ. ആ രണ്ട് ടി സ്ക്വയറും കോമൺ ആയിട്ടുണ്ട്. അതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പം വി ഹാവ് 1/t² ഹിയർ, അല്ലേ? ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി നമുക്കുള്ളത് ഇൻ്റഗ്രൽ -∞ ടു മ്യൂ മൈനസ് ടി സിഗ്മ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് ഇപ്പം നമുക്കിങ്ങനെ ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ ടു 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വന്നതെന്ന് വിചാരിക്കും. നമ്മൾ അതിനെന്താ എഴുതുക? ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ല എഴുതുക. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും -∞ ടു 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻ്റഗ്രലിനെ പ്രോബബിലിറ്റി ആയിട്ട് എഴുതുക. ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയറിന് ഇപ്പോൾ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ഈ ടേം മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതുന്നു? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ എഴുതുന്നത്? മ്യൂ മൈനസ് ടി സിഗ്മ പ്ലസ്. അതുമാതിരി ഈ ടേമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എക്സ് മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് that will be probability of x greater than or equal to mu plus t sigma. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്, അല്ലേ? or 1/t² is greater than or equal to probability of an x minus മ്യൂനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ x minus mu less than or equal to minus t sigma plus probability of x minus mu greater than or equal to പ്ലസ് ടി സിഗ്മ എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമ്മളെങ്ങനെ മാറ്റി എഴുതാം നോക്കാം. ദിസ് ഇസ് 1/t² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പം നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് വന്നത് എന്ന് വിചാരിക്കുക. നമുക്കതിനെങ്ങനെ എഴുതാം? ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മീൻസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ഓർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു +2 എന്ന് എഴുതും. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു +2 എന്ന് വന്നാൽ ആ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതും, അല്ലേ? അപ്പോൾ ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് ടി സിഗ്മകളാണ് വന്നിരിക്കുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് മ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ ഫോമിൽ നമ്മളെങ്ങനെ എഴുതും? ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x modulus of x minus mu greater than or equal to t sigma എന്ന് എഴുതും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെഴുതുകയാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t². ഇങ്ങനെയാണ് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ probability of modulus of x minus mu less than or equal to t sigma will be greater than or equal to 1 minus 1/t². അടുത്ത ക്വസ്റ്റ്യൻ. Examine whether weak law of large numbers hold for the sequence of random variables x where probability of xi is equal to xi ആണ് probability of xi is equal to plus or minus root of 2i minus 1 is equal to 1/2. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അവർ ആ എക്സൈകൾ 2 വാല്യൂസാണ് എടുക്കുന്നത്. ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് 2i minus 1, അതായത് ഇവിടെ x1 ആണെച്ചാൽ 2 × 1 - 1 റൂട്ട് ഓഫ് 2 × 1 - 1. x2 ആണെച്ചാൽ റൂട്ട് ഓഫ് 2 × 2 - 1. അങ്ങനെയുള്ള വാല്യൂസാണ് xi എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അതായത് xi എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 2 വാല്യൂസ് എടുക്കുന്നു. വൺ ഇസ് മൈനസ് ഓഫ് റൂട്ട് ഓഫ് 2i minus 1. അനദർ വാല്യൂ ഇസ് പ്ലസ് റൂട്ട് ഓഫ് 2i minus 1. ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി, ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ PMF എന്ന് പറയുന്നത് 1/2 ആണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ റാൻഡം വേരിയബിൾ xi എന്ന് പറയുന്നത് 2 വാല്യൂസാണ് എടുക്കുന്നത്. മൈനസ് റൂട്ട് ഓഫ് 2i minus 1 പ്ലസ് റൂട്ട് ഓഫ് 2i minus 1 അതാണ് തന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും പ്രോബബിലിറ്റി 1/2 1/2, അല്ലേ?
ഇനി നമ്മളോട് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് bn/n² എടുത്താൽ ദാറ്റ് വിൽ ടെൻ ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് bn എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് Sn, that is sum of these random variables, variance of x1 plus x2 etc plus xn. അതായത് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സൈകളുടെ എല്ലാം വേരിയൻസിൻ്റെ സമ്മാണ് നമുക്ക് എന്ത് വരുന്നത്, bn വരുന്നത്. അപ്പോൾ വേരിയൻസ് ഓഫ് Sn ഡിവൈഡഡ് ബൈ n² 0 ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് 0 ആവുന്നുണ്ട് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എങ്കിൽ നമുക്ക് പറയാം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാണേണ്ടത് ആദ്യം നമ്മൾ വേരിയൻസ് ഓഫ് എക്സൈകൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ വേരിയൻസ് ഓഫ് Sn കാണുന്നു. അപ്പം ആദ്യം നമുക്ക് വേരിയൻസ് ഓഫ് എക്സൈകളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സൈ? ജനറലായിട്ടാണ് നമ്മൾ കാണുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് xi² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് xi കണ്ടുപിടിക്കും. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi? ദറ്റ് ഈസ് സമ്മേഷൻ ഓവർ x ഇൻറ്റു, അതായത് ഇവിടെ xiകളാണ്, xi ഇൻറ്റു f ഓഫ് xi അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ xiകൾ ഓരോ വാല്യൂസ് എടുക്കുന്നത് ഒന്ന് -√2i-1 ഇൻറ്റു അതിൻ്റെ f ഓഫ് x, അതിൻ്റെ പ്രോബബിലിറ്റി ദറ്റ് ഈസ് 1/2 പ്ലസ് അടുത്ത വാല്യൂ എന്താണ്, √2i-1 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2. ഈ രണ്ട് ടേമുകളും ക്യാൻസലായി പോയില്ലേ, ഇത് മൈനസും അതേതിൻ്റെ പ്ലസുമാണ് വന്നിരിക്കുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് xi വിൽ ബി ഈക്വൽ ടു 0. അപ്പം വേരിയൻസ് ഓഫ് xi എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും, എക്സ്പെക്റ്റേഷൻ ഓഫ് xi² മാത്രമേ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് xi² കാണാം. xi² കാണുക എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi² f ഓഫ് x, അതായത് ഓരോ xiകളെയും സ്ക്വയർ ചെയ്യുക ഇൻറ്റു ദെയർ പ്രോബബിലിറ്റി, അങ്ങനെയുള്ളവരുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. ദറ്റ് ഈസ് -√2i-1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇറ്റ്സ് പ്രോബബിലിറ്റി 1/2 പ്ലസ് അടുത്ത വാല്യൂ √2i-1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2. ദറ്റ് ഈസ് റൂട്ട് ഓഫ് മൈനസിന് പ്ലസ് ആവും, റൂട്ടിന് സ്ക്വയർ ചെയ്യുമ്പോൾ 2i-1 ഇൻറ്റു 1/2 ഉണ്ട് പ്ലസ് 2i-1 ഇൻറ്റു 1/2. ഇത് സെയിം ടേംസ് ആണ്, രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2i-1. അപ്പോൾ വേരിയൻസ് ഓഫ് xi എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, വേരിയൻസ് ഓഫ് xi എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2i-1 ആണ്. അതിൻ്റെ അർത്ഥം വേരിയൻസ് ഓഫ് x1 എന്തായിരിക്കും, ഐൻ്റെ സ്ഥാനത്ത് 1 ആണ് വന്നത്, അപ്പോൾ 2 × 1 - 1. വേരിയൻസ് ഓഫ് x2 എന്തായിരിക്കും, 2 × 2 - 1. വേരിയൻസ് ഓഫ് x3 വിൽ ബി 2 × 3 - 1. അങ്ങനെ പോയാൽ വേരിയൻസ് ഓഫ് xn വിൽ ബി 2 × n - 1. ഇങ്ങനെയാണ് ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുമ്പോൾ ഓരോരുത്തരെയും വേരിയൻസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. കാരണം ജനറലായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ith റാൻഡം വേരിയബിൾ വേരിയൻസ് ഓഫ് xi ഇസ് ഈക്വൽ ടു 2i-1. ഓക്കെ, ഇനി നമുക്ക് bn ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. bn ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് Sn, അതായത് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn. അപ്പം ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം. അപ്പോൾ വേരിയൻസ് ഓഫ് സമ്മിന് നമുക്ക് എന്തെഴുതാം, വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn എന്ന് നമുക്ക് വരെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ ഇതും നമുക്കറിയാം, 2 × വേരിയൻസ് ഓഫ് x1 ഇസ് 2 × 1 - 1 പ്ലസ് വേരിയൻസ് ഓഫ് x2 ഇസ് 2 × 2 - 1. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം വേരിയൻസ് ഓഫ് xn 2 × n - 1 അങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 × 1 ഉണ്ട്, 2 × 2 ഉണ്ട്, അങ്ങനെ 2 × n ഉണ്ട്.
പിന്നെ ഇവിടെ എല്ലാത്തിൻ്റെയും കൂടി ഒരു -1 ഉണ്ട്. -1 +-1 എക്സെട്ര -1. അപ്പോൾ n ടൈംസ് -1 വരും. ദറ്റ് ഇസ് -n. പിന്നെ ഈ 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമുകളിൽ എല്ലാത്തിൻ്റെയും 2 കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക? 1 + 2 + എക്സെട്ര +n എന്ന് ബാക്കി വരും അല്ലേ? എല്ലാ ടേമിലും 2 ഉണ്ട്. 2 ഇൻറ്റു 1, 2 ഇൻറ്റു 2, അങ്ങനെ ഓരോ ടേമിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ആ 2നെ പുറത്തെടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n + 1 ഡിവൈഡഡ് ബൈ 2 -n. ഈ 2ഉം 2ഉം ക്യാൻസലായിപ്പോയി. ദെൻ വി ഹാവ് n ഇൻറ്റു n + 1, അത് ബ്രാക്കറ്റ് മാറ്റിയാൽ n² + n ആൻഡ് -n ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു n². അതായത് bn എന്ന് പറയുന്നത് n² ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് bn/n² 0ലേക്ക് പോകുന്നുണ്ടോ എന്നാണ്. bn/n² ഇവിടെ എന്താ വരിക? n²/n². ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത് 0ലേക്ക് ടെൻഡ് ചെയ്യില്ല ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഡസ് നോട്ട് ഹോൾഡ് ഫോർ ദിസ് സീക്വൻസ്. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഇവിടെ ശരിക്ക് ഹോൾഡ് ചെയ്യില്ല. കാരണം bn/n² 0ലേക്ക് പോകുന്നില്ല ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി.